ഐശ്വര്യ, എൻ്റെ ചിന്നു. എൻ്റെ ചേച്ചി ആയതുകൊണ്ട് പറയണല്ല, ഭയങ്കര സാധനമാണ്. ഭയങ്കര കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടാ. ഇത്തിരി ദേഷ്യം കൂടുതലാണ്. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടാട്ടോ. ഏതൊരു തമ്മിത്തല്ല ആയാലും പക്ഷെ എന്നെ ഭയങ്കര കാര്യമാണ്. എനിക്ക് അതേപോലെ തന്നെ ജീവനാണ്. എല്ലാവർക്കും അവൾ ഐശ്വര്യയാണ്, ഞങ്ങൾക്ക് അവൾ ചിന്നുവാണ്. എൻ്റെ മോളെ എനിക്ക് എൻ്റെ 18ാമത്തെ വയസ്സിൽ കിട്ടിയതാണ്. അവിടെ ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രായത്തിൽ എനിക്കൊരു പാവക്കുട്ടി കിട്ടിയ ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെ അവളെ നോക്കിയിരുന്നത്. ഞാനധികം അവളുമായിട്ടൊരു വലിയ ടച്ച് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവളുടെ ടീനേജ് കഴിഞ്ഞ് അവൾ കോളേജിലൊക്കെ പോയ ആ സമയത്താണ് ശരിക്കും ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായിരുന്നു. ചേട്ടൻ അടിപൊളി ചേട്ടനാണ്. എനിക്ക് ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. 2 ചേട്ടന്മാരെയാണ് എനിക്ക് കിട്ടിയേക്കണേ. കിരൺ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, പ്രവീൺ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന്മാരില്ലാത്തതിന്റെ വിഷമം ഇവർ 2 പേരും കിട്ടിയപ്പോ മാറി. நெற்றித்தரள நீர்வடிய கொற்ற பொய்கையாடியவள் நீயா. அற்றை திங்களன் நிலவில் நெற்றித்தரள நீர்வடிய கொற்ற பொய்கையாடியவள் நீயா. திருமகனே திருமகனே நீ ஒரு நாளிகை பாரா വെണ്ണിറം പുറമേൽ വന്നവനെ. അമ്മയുടെ അടുക്കലും അച്ഛൻ്റെ അടുക്കലും എനിക്കിട്ട് പാരൊക്കെ കിട്ടണ ഓരോ അവസരം പുള്ളിക്കാരി നല്ലോണം വെക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര മെച്ചുവേർഡാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ചൈൽഡിഷുമാണ്. എനിക്ക് എപ്പോഴും അഡ്വൈസ് തരുന്നത് അവളാണ്. പക്ഷേ തിരിച്ച് ഞാൻ അഡ്വൈസ് ചെയ്യുമ്പോഴും അവൾ എന്നോട് തിരിച്ച് നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത്. എൻ്റെ മോളാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അവൾക്കും ഫ്രണ്ട്സുകൾക്ക് വളരെ കുറവാണ്. പൊതുവേ ഒരു എന്താ പറയുക, ആരുമായിട്ട് അധികം അടുപ്പില്ലാതെ വീട്ടുകാരുമായിട്ട് മാത്രം അധികം, ഞങ്ങളോട് മാത്രമേ അവൾ അധികം മിങ്കിൾ ചെയ്യാറുള്ളൂ. അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. പക്ഷെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അതെനിക്കും എൻ്റെ എന്ത് കാര്യങ്ങളും, അമ്മയും മോളും എന്നല്ല, ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ നിമിഷം വരെ ഞങ്ങൾ തമ്മിലാണ് ഷെയർ ചെയ്യുന്നത്. അതെല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ പ്രവീൺ ഇപ്പം ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് അവളെ പെണ്ണ് കാണാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. നമ്മൾ കല്യാണം ഉറപ്പിച്ചു. എന്നാലും നിശ്ചയം കഴിഞ്ഞൊരു 6 മാസം. ഇപ്പം അവന് ശരിക്കും എൻ്റെ മോൻ തന്നെയാണ്. ഇപ്പോൾ അവളെക്കാട്ടിലും എൻ്റെ പൊന്നുവിനെക്കാട്ടിലും, പൊന്നു എൻ്റെ ഇളയ മോളാട്ടോ, അവളെക്കാട്ടിലും ഞങ്ങൾ തമ്മിലാണ് ഇപ്പോൾ നല്ലൊരു അടുപ്പമുണ്ട്. അവൻ എന്നും ഞങ്ങളുടെ മോൻ തന്നെയായിരിക്കും. കാരണം എനിക്ക് 2 പെൺകുട്ടികളായതുകൊണ്ട് എനിക്ക് ഇനി വരുന്ന 2 ആൺപിള്ളേർ എൻ്റെ ആമക്കളായിട്ട് എന്നെ വളർത്താൻ എനിക്കിഷ്ടം. അപ്പം ഞാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും അമ്മയും അടങ്ങി നല്ലൊരു കുടുംബത്തിലോട്ട് എൻ്റെ പ്രവീമോൻ വന്നു. അവനും ഞങ്ങളുടെ മോനായിട്ട് തന്നെ ഇനി എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മാനവ്യാലക്കിം
മാനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനെ മനസാമനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനെ മനസാമനവ്യാലകിം ചരാതടേ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ, നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. മിസ് ചെയ്യുമല്ലാതെ തല്ലുപിടിക്കാൻ ആരും ഇല്ലല്ലോ. അവള് കുറേ നാൾ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അതിൻ്റെ പേരിൽ നമുക്കൊരു അന്നൊന്നും എനിക്ക് അത്ര ഒരു ഫീല് അവൾ പോയി വരുമ്പോൾ തോന്നിയിരുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ജസ്റ്റ് 2 വീക്ക് പോലും അവൾ നിൽക്കില്ല, അതിന് മുമ്പ് ഓടി ഞങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അവൾ കല്യാണം കഴിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോഴും അത്ര ആദ്യം ഒരു ഫീലിംഗ് തോന്നിയില്ല. എങ്കിലും പോകെ പോകെ ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ശൂന്യത എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മോള് നല്ലൊരു ജീവിതത്തിലോട്ട് പോകുന്നത്, അവൾക്ക് അവിടെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണ്ടാവും, അതെൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം പ്രവീണിൻ്റെ അമ്മ എന്നെപ്പോലെ തന്നെ അവളെ നോക്കുന്ന എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അവളും ഒരു നല്ലൊരു മരുമകളല്ല, നല്ലൊരു മകളായിട്ട് അവിടെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പെൺകുട്ടികളെന്നും അമ്മമാർക്കല്ലല്ലോ, വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ള കുട്ടികളല്ലേ, അവരവിടെ നന്നായിട്ട് ജീവിക്കട്ടെ.